അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ കിതാബിൽ വന്ന ഈ അഭൗതികം ഭൗതികം എന്ന് പറയുന്ന വിഷയത്തെ ഒരു ഉസ്താദ് വിശാലമായി ആസ്വദിച്ചുകൊണ്ട് പരിഹസിക്കുകയാണ്. കറാമത്ത് അസാധാരണ മാർഗത്തിൽ, നമ്മുടെ ശൈലി പറഞ്ഞ അസാധാരണ മാർഗത്തിൽ, ഇവരുടെ ഭാഷയെ പറഞ്ഞാൽ അങ്ങനെ അഭൗതിക മാർഗത്തിൽ. അവരങ്ങനെ പല പ്രയോഗങ്ങൾ പറയുന്നുണ്ട്. അതീത മാർഗം എന്ന് പറയും ഒരുക്ക്, പിന്നെ പറയാം അഭൗതിക മാർഗം എന്ന് പറയും. ഇവിടെ അങ്ങനെ ചൊറക്കിന് പറയാം അഭൗതിക മാർഗത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം ബീവിയുടെ കറാമത്ത് പ്രകടിപ്പിച്ചു. കാലത്ത് ലഭിക്കാത്ത ഭക്ഷണങ്ങളും മറ്റു വിഭവങ്ങളും അവിടെ കണ്ടപ്പോ ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് ആശ്ചര്യപൂർവ്വം സക്കരിയ നബി അലൈഹി സ്വലാം ചോദിച്ചപ്പോൾ എന്തു പറഞ്ഞു? കാലത്ത് നിന്നെന്തില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല മറിയം ബീവി എന്ന് പറയുന്നു, ഇന്നല്ലാഹ യർസുഖു മൻ യശാ, അല്ലാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് അവൻ നൽകും ബിഗൈരി ഹിസാബ്. അത് സലഫി സെന്റർ എന്നോ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കണക്ക് നോക്കാതെ കൊടുക്കും. ഖുർആൻ ആയത്താണ്, 3-ാം അധ്യായത്തിൽ 37-ാമത്തെ ആയത്താണ്. മറിയം ബീവിയുടെ വിഷയം പറയുന്ന ഭാഗത്തിന് അദ്ദേഹം പറഞ്ഞു ശരിയാണ്. പക്ഷെ അദ്ദേഹം ഭൗതികം അഭൗതികത്തെ കളിയാക്കിയത് നമ്മൾ പുത്തൻവാദമായിട്ട് കൊണ്ടുവന്ന വിഷയമാണ്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന സമസ്തയുടെ ഒരു പണ്ഡിതനാണ് അദ്ദേഹം, മരിച്ചിട്ടില്ല, AP വിഭാഗത്തിന്റെ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ പണ്ടത്തെ പ്രഭാഷണമാണ് ഇപ്പൊ കേട്ടത്. അപ്പൊ ഭൗതികം അഭൗതികത്തെ കളിയാക്കുകയാണ്. നിങ്ങൾ ആരെയാ കളിയാക്കുന്നത്? മുജാഹിദുകളെയാണോ? അപ്പൊ ഇത് ഉലമാക്കളായ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, ഇമാം നവവിയെ പോലെയുള്ള, അതുപോലെ തന്നെ ഇബ്നു കസീറിനെ പോലെയുള്ള, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇമാം റാസിയെ പോലെയുള്ള പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം സ്ഥാപിക്കുന്നത് എന്താണ്? ഈ വാദത്തെ അദ്ദേഹം കളിയാക്കുന്നത് എന്തിനാണ്? മഹാന്മാരോട് നമുക്ക് വിശാലമായി എന്തും ചോദിക്കാമെന്ന് പറയാനാണ്. അതിന് അദ്ദേഹം ദുർവ്യാഖ്യാനം ചെയ്ത ആയത്തേതാ? ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹ് കണക്ക് നോക്കാതെ കൊടുക്കും. എന്നാ ഉസ്താദേ നിങ്ങളോട് പറയാനുള്ള എന്താ അറിയോ? നിങ്ങൾ മനസ്സിലാക്കിയ കണക്ക് നോക്കാതെ കൊടുക്കും എന്നതല്ല അതിന്റെ ആശയം. മഹാന്മാരുടെ വിഷയത്തിൽ ഈ കാര്യം പറഞ്ഞത് എന്താണ്? അല്ലാഹു അവർക്ക് അനുഗ്രഹങ്ങൾ ധാരാളം അരുളുമെന്നാണ്. അല്ലാതെ എന്തും ചോദിക്കാൻ മാത്രമുള്ള വിശാലമായ കഴിവുകൾ അല്ലാഹ് മഹാന്മാർക്ക് കൊടുക്കുമെന്നല്ല. എങ്കിൽ സക്കരിയ നബി എന്താ ചെയ്യേണ്ടിയിരുന്നത്? കണക്ക് നോക്കാതെ മറിയം ബീവി കൊടുത്തു എന്നാണല്ലോ പറഞ്ഞത്. മറിയം ബീവിയാണല്ലോ പറഞ്ഞത്. ആ മറിയം ബീവിയുടെ മുന്നിൽ നിന്ന് മക്കളില്ലാത്ത സക്കരിയ നബി എന്താ ചെയ്യേണ്ടിയിരുന്നത്? മറിയമേ, നിനക്ക് കണക്ക് നോക്കാതെ അല്ലാഹ് തന്നിട്ടുണ്ടല്ലോ. ഞാനാണെങ്കിൽ ഞാനും എന്റെ ഭാര്യയും കുട്ടികളില്ലാതെ ഇടങ്ങാറാകാണല്ലോ. അതുകൊണ്ട് ഒരു കുട്ടിയെ തരാമോ എന്ന് എന്തുകൊണ്ട് നിങ്ങളുടെ വാദപ്രകാരം മറിയം ബീവിയോട്, മുന്നിലുള്ള മറിയം ബീവിയോട് ചോദിച്ചില്ല? അപ്പൊ മഹാന്മാർക്ക് അല്ലാഹ് കൊടുക്കുന്ന മുഅ്ജിസത്ത് കറാമത്തിലൂടെ നമ്മൾ എന്താ പഠിക്കേണ്ടത്? അത് തന്നവനായ റബ്ബിലേക്ക് തേടാനാണ് പഠിക്കേണ്ടത്. അതാ സക്കരിയ നബി കാണിച്ചെന്ന മാതൃക. നിങ്ങളുടെ വാദപ്രകാരമാണെങ്കിൽ ആ കറാമത്തുള്ള മറിയം ബീവിയോട് മുമ്പിലുള്ള സക്കരിയ നബി തേടുകയായിരുന്നു വേണ്ടത്. പക്ഷെ ഖുർആൻ പറഞ്ഞത് എന്താ? هنالك دعا زكريا ربه قال رب هب لي من لدنك ذرية طيبة إنك سميع الدعاء. يا ربേ, നിന്റെ പക്കൽ നിന്ന് എനിക്ക് വിശിഷ്ടനായ ഒരു സന്തതിയെ തരണേ റബ്ബേ. ഇന്ന് കറാമത്തുള്ള ഔലിയ ഉണ്ട് എന്ന് കേട്ടാൽ സമസ്തക്കാർ എന്താ ചെയ്യാ? നാടന്മാരെ എന്താ പഠിപ്പിക്കുക? ആ ജാറത്തിലേക്ക് പോയിക്കോ, അവരോട് ഇസ്തിഹാസ ചെയ്തോ, ഇലാഹാണെന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി. ഈ ഡെഫിനിഷൻ എന്തേ? മാലോകർക്ക് ഹിദായത്തിന്റെ മാർഗദർശനമായി ഇറക്കിയ ഖുർആനിൽ അല്ലാഹു കാണിച്ചു തന്നില്ല.